ഹേയ് ഫുട്ബോൾ ആരാധകരെ, ഋഷിക്കുട്ടന്റെ കയ്യിൽ ഒരു അടിപൊളി വേൾഡ് കപ്പ് ഇരിക്കുന്നുണ്ടോ? മെസ്സിയും റൊണാൾഡോയൊക്കെ ഒരുമിച്ചിരുന്ന് കളിക്കുന്ന കണ്ടപ്പോൾ തന്നെ അച്ഛനൊരു ആഗ്രഹം ഇത് വേണോ പൊട്ടിക്കട്ടെ. ഒരു ഐഡിയ ഇല്ലാതെ ഋത്തിക്കും അതെങ്ങനെ ഗസ് ചെയ്തെന്നുള്ളതാ. ഞങ്ങൾ ആരും അറിയാതെ ആമസോണിൽ കയറി ഏട്ടൻ എന്റെ അക്കൗണ്ടിൽ നിന്ന് പർച്ചേസ് ചെയ്തതാ. അങ്ങനെ 19,000 രൂപയ്ക്ക് ഞാൻ ഇനി EMI അടയ്ക്കണം. ലിങ്ക് എന്നോ വേൾഡ് കപ്പ് എന്നോ കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ലിങ്ക് ഞാൻ അയച്ചു. രസമുണ്ട്, ഇതിനി ഉണ്ടാക്കണം. ഒന്ന് പിടിച്ചു വെച്ചു. വേൾഡ് കപ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോ വേൾഡ് കപ്പ്. ആ ഡയലോഗ് ഞങ്ങൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. കാരണം ഋതിക് ഒരു കട്ട റൊണാൾഡോ ഫാനാ. അപ്പൊ ഇത്തവണയെങ്കിലും റൊണാൾഡോയ്ക്ക് വേൾഡ് കപ്പ് പൊക്കാൻ പറ്റട്ടെ. ഇതിനകത്ത് രണ്ട് പ്രശ്നമുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 12+ പറ്റത്തുള്ളൂ. പിന്നെ 2842 പീസ് ഉണ്ട് മാറും. വാവ്, ഇതെന്നുണ്ടാക്കി തീരും? വേൾഡ് കപ്പ് കഴിയുന്നതിന് മുമ്പെങ്കിലും ഇതൊന്ന് കാണാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റെഡി 1 2 3 ഈ ലെഗോയില് എല്ലാം വെൽ അറേഞ്ച്ഡ് ആണ്. 20 സെറ്റ് ഓഫ് കവേഴ്സിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് പൊട്ടിക്കുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചിട്ട് പൊട്ടിക്കരുത്. ആദ്യം 1 എന്ന് എഴുതിയിരിക്കുന്ന കവർ പൊട്ടിച്ച് അവര് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഓരോന്നോരോന്നായിട്ട് ചെയ്യുക. ഫസ്റ്റ് തന്നെ വേൾഡ് കപ്പ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് ചെയ്യാൻ പറ്റിയത്. ഋഷിക്കുട്ടിന് ചെറിയ പനിയുള്ളതുകൊണ്ട് ഋഷിക്കുട്ടൻ നേരത്തെ ഇറങ്ങി. അതുകൊണ്ട് ഋഷി സംഭവം എന്ന് അറിഞ്ഞിട്ടില്ല. അന്ന് രാത്രി ഒരു 12 മണി വരെ അച്ഛനും മോനും കൂടെ അതിന്റെ പുറകെ ഇരുന്നു. രാവിലെ രണ്ടുപേരും കൂടി ഇരുന്നോ വീണ്ടും? അങ്ങനെ ഋതിക്കുമായിട്ടും കൂടെ ഒരു 5 കവറാണ് കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ ബേസ് റെഡിയായി. പിന്നെ നമ്മുടെ കഥാനായകൻ എൻട്രി ചെയ്തു. ഋഷിക്ക് പൊതുവെ ലെഗോസ് വെച്ച് ഇതുപോലെ ഒരുപാട് വർക്കുകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസം മുഴുവൻ ഋഷി ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തു. ഇത്രയും ടൈം അവൻ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യുമ്പോൾ അമ്മ എന്ന നിലയിൽ എന്റെ തനിക്കുണം ഞാൻ കാണിക്കണ്ടേ? നമ്മുടെ അമ്മമാരുടെ മാസ്റ്റർ പീസ് ഡയലോഗ് അങ്ങ് വെച്ച് കാച്ചു. ഓ, ഇത്രയും കോൺസെൻട്രേഷൻ നീ പഠിക്കാൻ കാണിച്ചത് നീ ആരായേനെ? ഋഷിക്കുട്ടനെ സഹായിച്ച് ഋതിക് കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ഉച്ചയ്ക്ക് ഏട്ടൻ കഴിക്കാൻ വന്നപ്പോഴത്തേക്കും ഇത്രയായത് കണ്ട് ഋഷിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തു ഏട്ടൻ. ഉറങ്ങി എഴുന്നേറ്റ് ഋതിക്കും ഒരു അത്ഭുതമായി. ഋഷി ഫുഡ് കഴിക്കാൻ മാത്രമേ ഇതിന്റെ വെളിയിൽ ഇറങ്ങിയിട്ടുള്ളൂ. രാവിലെ ഇരുന്നതാ ഇതുമായിട്ട്. മണി 4 എന്തായി? ഇത്രയൊക്കെ ആയി. ഓ മൈ ഗോഡ്. പക്ഷെ ഞാനിത് ഒരു ദിവസം കൊണ്ട് ചെയ്തു തീരുമെന്ന് വിചാരിച്ചില്ല ഋഷിക്കുട്ടൻ ഉള്ളതുകൊണ്ട് അച്ഛൻ രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ അച്ഛൻ ഇതുമായിട്ട് എത്ര ദിവസം ഇരിക്കേണ്ട വന്നേ. അങ്ങനെ ഋഷിക്കുട്ടന്റെ സഹായത്തോടെ നമ്മുടെ വേൾഡ് കപ്പ് ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഒരു പീസ് മാത്രം ബാക്കി നിൽക്കുക, ബാക്കി എല്ലാ പീസുകളും നമ്മൾ ഇതിൽ പ്ലേസ് ചെയ്തു. നമ്മുടെ ജ്വല്ലേഴ്സില് മെസ്സി കിക്ക് ചെയ്ത ഒരു ബോള് നമ്മൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ ഈ വേൾഡ് കപ്പും വെക്കുകയാണ്. അപ്പം 2842 പീസ് ഋഷിക്കുട്ടൻ അവിടെ പ്ലേസ് ചെയ്തു. അങ്ങനെ ഫുട്ബോളിനെ ആരാധിക്കുന്ന എല്ലാ ഫാൻസിനുമായിട്ട് ഞങ്ങൾ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒറ്റ ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത ഋഷിക്കുട്ടന് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. പ്രോഡക്റ്റ് ലിങ്ക് വേണ്ടവര് ലിങ്ക് എന്നോ വേൾഡ് കപ്പ് എന്നോ കമന്റ് ചെയ്യുക.